നേരം എടുത്തിട്ട് ഇത്ര നേരമായി പേപ്പർ പോലും കൂടെ ഇട്ടിട്ടില്ല. അതെങ്ങനെ എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. ഒരു ചായ തരോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ചായ ഇടണോ? അമ്മയ്ക്ക് എന്താ? അമ്മ എന്നിട്ട് ഞാൻ അറിയണ്ടേ? രാവിലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് വെറുതെ ഒച്ച ഉണ്ടാക്കിയാൽ മതി. അമ്മയ്ക്കൊന്ന് അടുക്കള വന്നൊന്ന് ചായ എടുത്ത് കുടിച്ചാൽ എന്താ? എന്താ ചായ? ഓ, ചായ കിട്ടി. നിന്റെ പോലെ എഴുന്നേറ്റില്ലേ? പള്ളിയിലൊന്നും പോകണ്ടേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ആ, അതെങ്ങനെയാ? നീ തന്നെ പള്ളിയിൽ പോകുന്നില്ല. ഇന്ന് വേറെയുള്ള ദിവസമാണ്. അവള് പൊക്കോളും. അമ്മ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എഴുന്നേറ്റ് വന്നു. അതെവിടെയാട്ടി? കയ്യിലെന്തോ കൊണ്ടൊക്കെ ഇട്ടില്ലേ? അതും കുട്ടികളുടെ ഇട്ടാണോ? കാലിലായപ്പോഴെങ്കിലും അമ്മേ അമ്മേ ഒരു ചായടാ. നിനക്ക് അടുക്കളയിൽ പോയി കുടിച്ചില്ലേ? നിനക്ക് പെണ്ണക്കല്ലേ? അമ്മാനക്ക് ഉണ്ടാണേ. അമ്മാനക്ക് ഉണ്ടല്ല, പിന്നെ എനിക്കെന്നാ? അമ്മേ, നിനക്കൊന്ന് അടുക്കള വന്നിടത്ത് കുടിച്ചൂടെ? എത്ര പണിയാ ചെയ്യാനുള്ളതെന്നറിയോ? ഒരു ഞായറാഴ്ച കിട്ടുന്നത്. പള്ളി പോലും പോകാൻ സമയം കിട്ടുന്നില്ല. എന്നാ കുടി. അല്ല, നീ ഇന്ന് പള്ളിയിലൊന്നും പോകില്ലേ? ആ, ഞാൻ പൊക്കോളാം. എടി, ഭക്ഷണം കഴിച്ചിട്ട് പോ. ഓ, ഞാൻ കഴിച്ചോളാം. അവർ ഓൾറെഡി ഇവിടെ എത്തി. നേരം എടുത്ത് അപ്പോഴേക്കും തുടങ്ങി കൂട്ടുകാരുടെ ബഹളം. എന്തൊക്കെ കാരണം കേട്ടാണ്? ഹലോ അമ്മേ, നീ എത്ര നാളെ എവിടെയായിരുന്നു? നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്ത? അമ്മയൊന്നും കാണണ്ടേ? അമ്മ എനിക്ക് അവിടെ തിരക്കായിരുന്നു. പിന്നോട് അപ്പനും അമ്മയൊക്കെ വീട്ടിൽ വന്നിരിക്കുന്നു. 2 ആഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു അവര്. ആ ശരി. അവരെന്തിനാണ് ഇത്ര ദിവസം കിട്ടണേ? അതെയല്ലോ, അമ്മ എന്ത് വർത്താനം ഈ പറയുന്നേ? അവരുടെ മോന്റെ വീട്ടിലല്ലേ വന്ന് നിൽക്കുന്നേ. അതുപോലെയല്ലേ അമ്മ അമ്മയുടെ മോന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഇവിടുത്തെ വരുമ്പോൾ അമ്മയോട് പറയാണ് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ അമ്മ എന്ത് ചെയ്യും? ആ, എന്റെ അടുത്ത് പറഞ്ഞാലേ വിവരറിയും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും നന്നാവാൻ നോക്കും. വയസ്സ് ഇത്ര ആയില്ലേ? ദിവസവും രാവിലെ പള്ളി പോയിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും മനസ്സ് നന്നാവില്ല. നാത്തൂനെ, സിഞ്ചു, സിഞ്ചു. ഓ, അമ്മയാ? അമ്മ എന്നെ ശേഷം സിഞ്ചു ഇല്ല അമ്മ? ഓ, ഉണ്ടല്ലോ. മകളുടെ കൂട്ടുകാരൻ വന്ന് മകൾ പോയി. ഇപ്പൊ അമ്മയുടെ കൂട്ടുകാരാ വന്നിരിക്കണേ. എന്തൊക്കെ കാണണം എന്റെ കർത്താവേ. ആ ഡാലിയ, നീ എപ്പോഴാ വന്നേ? ഞാൻ അടുക്കളയിലായിരുന്നടാ. ഞാനിപ്പോ വന്നേള്ളൂ. അമ്മ ദേഷ്യത്തിലാണല്ലോ. അതൊന്നും നീ നോക്കണ്ട. എപ്പോഴും തന്നെ ഇവിടെ അവസ്ഥ. എപ്പോഴും വഴക്കും മോച്ചയും വിളിയും തന്നെ. അല്ലടാ, നീ എന്താ വന്നേ? ഞാൻ ചുമ്മാ വന്ന. ഒരു കാര്യമുണ്ട്, നീ പള്ളി പോയില്ലേ? ഇല്ലടാ, ഇവിടുത്തെ തിരക്ക് നിനക്കറിയാത്ത. രാവിലെ ആരും ഇല്ല എന്നെ സഹായിക്കാന്. ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം പണിയെടുക്കണം. പിന്നെ മാറ്റി വെക്കാൻ പറ്റുന്ന പള്ളിക്കാരൻ മാത്രമാണല്ലോ. ഞാൻ രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഷിജുവിനെ കണ്ടായിരുന്നേ. അച്ഛൻ എന്നോട് പറഞ്ഞു സിജുവിനെ പള്ളി കണ്ടിട്ട് കുറെ ദിവസമായി. അതുപോലെ റോസ് പള്ളി വരുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു. റോസ് ഇപ്പം ക്യാമ്പസിൽ പോവാറില്ലേ പള്ളിയില്? എടാ, എന്താ പറയുന്നത് നീ? അവിടെ എല്ലാ ആഴ്ചയിലും ഇവിടുന്ന് പള്ളിയിലേക്ക് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് പ്രാക്ടീസ് ഉണ്ട്, പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ലേറ്റ് ആയിട്ടാണ് എന്നും വരുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അവള് പള്ളിയിലും കുർബാനയ്ക്കും ക്യാറ്റീസം ക്ലാസ്സിലും പോയിട്ടില്ല. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു നിന്നെ പോയി കണ്ട കാര്യം എന്താണ് തിരക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ദൈവമേ, ഈ കുരുത്തക്കെട്ടോട് ഇത് എവിടേക്കാ പോയിരിക്കുന്നത്? ദൈവത്തിനറിയാം. എന്റെ ഡാലിയെ ഞാൻ എന്താ ചെയ്യാ? നീ വിഷമിക്കില്ലേ, നമുക്ക് നോക്കാം. സിജുന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ. നീ ആരാണെന്ന് പോയി നോക്കി. ഹലോ, ആ ഇതാരാണ്? ഹലോ, റോസിന്റെ അമ്മയല്ലേ? അതെ, റോസിന്റെ അമ്മയാണ്. ഇതാരാണ്? ഞാൻ പറയാം. നാളെ എവിടെയാണ്? അവള് പള്ളിയിൽ പോയി. ഇല്ല, ഇത്രയും നേരം കണ്ട് മോള് വന്നില്ലേ? 5 മണിയായല്ലോ. അവൾക്ക് പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ട്. അല്ല, നിങ്ങൾ ആരാ? സോറി, ഞാൻ പോലീസ് ഓഫീസറാണ്. എന്നിട്ട് അച്ഛനെ വിളിച്ച് ചോദിച്ചില്ലേ പ്രാക്ടീസ് ഉണ്ടോ?
എന്താണ് പള്ളി പരിപാടി എന്നൊക്കെ? ഇല്ല, ഞാൻ ചോദിച്ചില്ല. അതാണ് നമ്മുടെ കുഴപ്പം. മക്കൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കും. മക്കളെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊന്നും അന്വേഷിക്കില്ല. എന്തെങ്കിലും പഠിച്ചെന്ന് പെട്ടാൽ പിന്നെ ഞങ്ങളുടെ ജോലിയാണല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. 2-3 ആഴ്ചയിൽ നിങ്ങളുടെ മകള് മുതലൊന്ന് മലയാളത്തിൽ നടക്കുകയാണ്. പ്രധാനമന്ത്രിയായിട്ട് ആൻഡ് നടക്കില്ല എന്നെ വ്യക്തികളുടെ ഞങ്ങൾ അവരെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. ഇന്ന് മയക്കുമരുന്ന് കൈമാറിയ സമയമാണ് അവരെയും മകളുടെ കൂട്ടുകാരെ പിടികൂടി അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ താങ്കൾ മകളും കൂട്ടുകാരും നിരപരാധികളാണെന്ന് അറിയാവുന്നുണ്ട്. എല്ലാ കുട്ടികളെയും മാതാപിതാക്കളെ പീഡിപ്പിച്ച് കുട്ടികളെ പോസിറ്റീവ് ഫാദറില്ലല്ലോ. അതുകൊണ്ട് മോളെ ഒരാളെ കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പണിവിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ദയവായിട്ട് ഇപ്പോൾ രക്ഷപ്പെടും. ഓക്കെ, ഓക്കെ സാർ, താങ്ക് യു സാർ. ഡാഡി എന്ത് പറയാനാ, പോലീസ് ഓഫീസറെ വിളിച്ചത്. എനിക്കങ്ങ് പേടിയാകുന്നു. എന്ത് ചെയ്യാനാ, ഈ കുട്ടി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. സെഞ്ചു, നീ വിഷമിക്കല്ലേ, നമുക്ക് നോക്കാം, എന്താ നോക്കാം. എന്ത് പറ്റി ചേച്ചി, എന്ത് ഇത്ര ടെൻഷൻ അടിച്ചേക്കുന്നേ? നാത്തൂനെ എന്ത് പറയാനാ, പോലീസാ വിളിച്ചത്. റോസ് എന്തോ കുരുത്തക്കേടി പെട്ടെന്നോ, അവളെ പോലീസ് പിടിച്ചെന്നോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എനിക്ക് അറിയില്ല, എന്ത് ചെയ്യാനാ. ഷോ, ഇത് അമ്മ അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സാരമില്ല സെഞ്ചു, നീ വിഷമിക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. വിഷമിക്കല്ലേ, നമുക്ക് നോക്കാം. സെഞ്ചു, നമുക്ക് റോസ് വന്നു. എവിടെ? അയ്യോ, റോസിന്റെ കൂടെ റോസിന്റെ ടീച്ചറാണല്ലോ. ടീച്ചർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അത് പറയാം. എല്ലാം ഒരു നിമിത്തം ദൈവാനുഗ്രഹമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നെ വിളിച്ച പോലീസ് ഓഫീസർ എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തെ കാണാൻ അത്യാവശ്യമായിട്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് റോസ് അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കണ്ടത്. ഞാൻ പറഞ്ഞത്, ഞാൻ അറിയും എൻ്റെ കുട്ടിയാണ്, ഞാൻ കൊണ്ടുവരാക്കിക്കോളാം എന്ന്. അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരാനിടയായത്. എത്ര വലിയ പ്രശ്നത്തിൽ അവിടെ ചെന്ന് പെട്ടേക്കണമെന്ന് അറിയും. അതെങ്ങനെയാ വളർത്തു ദോഷം? എന്റെ മോളുടെ മക്കളിലെ എത്ര നല്ല കുട്ടികളാണെന്നറിയോ? ഒരു കുഴപ്പമില്ല. അതുപോലെയാണ് അവളെ വളർത്തുന്നത്. അമ്മ അങ്ങനെ പറയരുത്. ഒരമ്മയും തൻ്റെ മക്കൾ മോശമാകാൻ ആഗ്രഹിക്കില്ല. നല്ല അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതിന് അമ്മാവിക്ക് ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. പേരക്കുട്ടികളെ ചേർത്ത് പിടിച്ച് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇന്ന് അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരിക്കും. ആ സമയത്ത് അമ്മാമ്മയുടെ ഉത്തരവാദിത്തം വലുതാണ്. അമ്മാമ്മയ്ക്ക് നല്ല ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയെ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് നല്ല അന്തരീക്ഷവും നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ. റോസിന്റെ അമ്മ വിഷമിക്കണ്ട. എന്തായാലും ദൈവാനുഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടുതൽ മോശമായതൊന്നും സംഭവിച്ചില്ലല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. നാം കരുതുന്നത് നമ്മുടെ മക്കൾ ഓരോരുത്തരും നല്ലവരാണ്, നമ്മെ ചതിക്കില്ല എന്ന്. പക്ഷെ കാലം ഒരുപാട് മാറിപ്പോയി. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ മക്കളുടെ പുറകെ ഉണ്ടായിരിക്കണം. നന്നായി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ. കാരണം വേദന എന്തെന്നറിഞ്ഞ് ബുദ്ധിമുട്ട് എന്താണെന്ന് വളർത്തി. നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയില്ല. നമുക്ക് എല്ലാവർക്കും അതുപോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയട്ടെ. അതോടൊപ്പം നമ്മുടെ മക്കളാകുന്ന പട്ടത്തിന്റെ ചരട് പരിശുദ്ധ അമ്മയെ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെ സ്വതന്ത്രമായി സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്. റോസ് എവിടെ? റോസ്, അപ്പോൾ നാളെ ക്ലാസ്സിൽ കാണാം. നല്ല കുട്ടിയാണ്. ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്. ഇതിനെക്കുറിച്ച് കാര്യം സംസാരിക്കുക വേണ്ട. അപ്പോൾ റോസിൻ്റെ അമ്മ ഇനി അവളെ വഴക്ക് പറയണ്ട കേട്ടോ. അവൾ നല്ല കുട്ടിയാണ്. ഒരബദ്ധം പറ്റി, അതിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, ബൈ. 8 മിനിറ്റ് ശരിയിലേക്ക് അതൊക്കെ നമുക്ക് നടന്നു.